എല്ലാവർക്കും നമസ്കാരം. ഇന്ന് സംഭവിച്ച ഒരു അത്ഭുതകരമായൊരു ഹീലിങ്ങിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഒരു അമ്മയും മോനും കൂടി എൻ്റെ അടുത്ത് ഹീലിങ്ങിൻ്റെ റിക്വസ്റ്റായിട്ട് വന്നായിരുന്നു. ഫോട്ടോ അയച്ചു, ഫോട്ടോ റീഡ് ചെയ്തു. അപ്പോൾ സോൾ അറ്റാച്ച്മെൻറ്റ് രണ്ടുപേർക്കുള്ളതായിട്ട് കണ്ടെത്തി. നമ്മൾ വിവരങ്ങൾ പറഞ്ഞു, ഇന്ന പോലെയൊക്കെയാണ് കാര്യങ്ങൾ, സോൾ റിലീസ് പ്രോഗ്രാമാണ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പോൾ അവരത് ബുക്ക് ചെയ്യുകയും ഇന്ന് രാവിലെ 7 മണിക്ക് നമ്മൾ ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഇവർ നമുക്ക് ദക്ഷിണ അയച്ച സമയം മുതൽ തന്നെ എനിക്ക് ഭയങ്കരമായ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടു തുടങ്ങി. ഒരു കഴുത്തിനൊക്കെ ഭയങ്കര പിടുത്തം, അതുപോലെ തന്നെ ഒരു സംഭ്രമം പോലെയൊക്കെ എനിക്കുണ്ടായിരുന്നു. ഗ്യാസ്ട്രിക് പ്രോബ്ലമൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ എല്ലാവരോടും പറയുന്നത്, മുൻകൂട്ടി നിങ്ങൾ നേരത്തെ തന്നെ പൈസ നിങ്ങൾ അയക്കരുത്, ദക്ഷിണ അയക്കരുതെന്ന് പറയുന്നത്. കാരണം ദക്ഷിണ എൻ്റെ കയ്യിൽ വന്നു കഴിഞ്ഞാൽ, എൻ്റെ അക്കൗണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ അപ്പം മുതൽ ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് ഉണ്ടാവാറുണ്ട്. അതുപോലെ ക്ലയൻറ്റിനും അതുപോലെയുള്ള ബുദ്ധിമുട്ട് ഉണ്ടാവാറുണ്ട്. ഇത് ഇളകും മൊത്തത്തിൽ. അപ്പോൾ എന്നെ അറ്റാക്ക് ചെയ്യാനായിട്ട് ഈ ബാധകൾ ശ്രമിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് പൈസ നേരത്തെ അയക്കരുത്, സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നാൽ മതി പൈസ എന്ന് ഞാൻ പറയുന്നത്. അപ്പോൾ ഇത് 2 ദിവസമായിട്ട് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ഒരു പേയ്മെൻറ്റ് ഞാൻ പറയാതെ തന്നെ അവരിങ്ങോട്ട് അയക്കുകയാണ് ചെയ്തത്. സാധാരണ ഞാൻ എല്ലാവരും പറയാറുണ്ട്, അങ്ങനെ നിങ്ങൾ പേയ്മെൻറ്റ് അയക്കരുത്, ഞാൻ പറഞ്ഞിട്ട് അയച്ചാൽ എന്ന് പറയാറുണ്ട് എല്ലാവരും. അപ്പോൾ ഇതേപോലെ വന്നു, രാവിലെ വന്നിരുന്ന് കഴിയുമ്പോൾ തന്നെ ഈ വർക്ക് സ്റ്റാർട്ടായി. ദേവിയുടെ പ്രസൻസ് അപ്പം തന്നെ ഉണ്ടായി. ദേവി അപ്പം തന്നെ വർക്ക് തുടങ്ങി. 1 മണിക്കൂർ സമയം. ഞാൻ 1 കൊല്ലമായി ഞാൻ ഈ പരിപാടി തുടങ്ങിയിട്ട്. ഇതുവരെ ഞാൻ ചെയ്യാത്ത അത്രയും സ്ട്രഗിളായിരുന്നു എനിക്ക് എൻ്റെ ശരീരത്തിൽ വന്നത്. എന്ന് വെച്ചാൽ അത്രയധികം ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ട് ാണ് നമ്മളിത് ആ സാധനത്തിനെ റിലീസാക്കി കളഞ്ഞത്. എന്ന് വെച്ചാൽ എൻ്റെ ശരീരത്തിൽ അത്രയും ബുദ്ധിമുട്ടുകൾ, കഴുത്തിന് ഭയങ്കരമായ വേദനയും ബുദ്ധിമുട്ടുകളൊക്കെ എനിക്കുണ്ടായി. ഗ്യാസ്ട്രിക് പ്രോബ്ലം ഒരുപാടുണ്ടായി. ഒരുപാട് കോട്ടുവായകളിങ്ങനെ നിരന്തരം വന്നുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത്. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു ഇത് കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ, ഇത് റിലീസായി പോവുമോ എന്നൊക്കെ ഞാനിങ്ങനെ ഒരു ചെറിയ ചിന്തയൊക്കെ എനിക്ക് വരികയും ചെയ്തു. പക്ഷേ ദേവി കൂടെ നിൽക്കുന്നതുകൊണ്ട് എനിക്ക് പേടിയില്ല, എനിക്ക് വിശ്വാസക്കുറവില്ല. കാരണം അത് സംഭവിക്കും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. അപ്പം അങ്ങനെ 1.5 മണിക്കൂർ കൊണ്ട് ഈ എല്ലാ സംഭവങ്ങളും റിലീസായിപ്പോയി. അപ്പോൾ ഇതിനകത്തുള്ള ഏറ്റവും അത്ഭുതകരമായൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് കഴുത്തിന് ഈ വേദന വന്ന സമയത്ത് അയാളുടെ കഴുത്തിലും ഇതുപോലെ സമാനമായ വേദന വന്നെന്നുള്ളതാണ്. ഭയങ്കരമായ വേദനയായിരുന്നു. ഭയങ്കരമായ വേദന വെച്ച് കഴിഞ്ഞാൽ അനങ്ങുന്ന ഇങ്ങനെ ഇരുന്നിട്ടിങ്ങനെ അനങ്ങുന്ന പോലത്തെ ഒരു പെയിനായിരുന്നു വന്നത്. അപ്പം ഞാൻ അതിന് മുമ്പ് കണ്ടായിരുന്നു, അവൻ്റെ കഴുത്തിലൊരു കറുത്ത കളറിലൊരു പാമ്പ് ഇങ്ങനെ ചുറ്റിരിക്കുന്ന പോലത്തെ ഒരു സീൻ ഞാനിങ്ങനെ എൻ്റെ വിഷനിൽ ആ സമയത്ത് ദേവി എനിക്ക് കാണിച്ചു തന്നു. നേരത്തെയൊക്കെ എനിക്ക് ഭയങ്കര വിഷനായിരുന്നു. തേടൈയൊക്കെ പണ്ടേ എൻ്റെ ഓപ്പൺ ആയതായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ വർക്ക് തുടങ്ങിയ ശേഷം തേടൈ അങ്ങനെ കാര്യമായിട്ട് ഓപ്പൺ ആവാറില്ല. എന്ന് വെച്ചാൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്ക് ദേവി കാണിച്ചു തരാറില്ല. എല്ലാം ദേവിയാണല്ലോ ഇതെല്ലാം തന്നത്, ആ കഴിവ് തന്നതും നിർത്തുന്നതെല്ലാം ദേവി തന്നെ. അപ്പോൾ അത് ഒരു ലെൻസ് ഇട്ടിട്ട് അല്ലെങ്കിൽ ഒരു കറുത്ത തുണിയിട്ടിട്ട് അടച്ചു വെച്ചേക്കുന്നവരാണ് ഇപ്പോൾ. അപ്പോൾ എനിക്കങ്ങനെ ഒന്നും കാണാനൊന്നും ചെയ്യാൻ പറ്റാറില്ല. പക്ഷേ വർക്ക് ചെയ്യാനിരുന്ന് കഴിഞ്ഞാൽ ആ വർക്ക് ചെയ്യും. അതിനകത്തുള്ള എല്ലാ നെഗറ്റീവും റിലീസായി കളയും. അതിനകത്ത് യാതൊരു കോംപ്രമൈസും ഇല്ല. പക്ഷേ എനിക്കിത് കാണിച്ചു തന്നു. കറുത്ത കളറിൽ ഈ പാമ്പ് ഇങ്ങനെ വല്ലാത്തൊരു പാമ്പ്, പ്രത്യേക ഒരു ഷേപ്പിലുള്ളൊരു പാമ്പാണ്. ചുറ്റി ഇങ്ങനെ കഴുത്തിൽ മുറുകിയിരിക്കുന്ന പോലെ. അത് അവിടെ നിന്ന് അഴിഞ്ഞ് വന്നിട്ട് മുകളിലേക്ക് ഇങ്ങനെ പറന്നിങ്ങനെ പോകുന്നത് ഞാൻ കണ്ടു. അപ്പോൾ ഇതൊക്കെ ഞാനിങ്ങനെ പറയുമ്പോൾ ചില ആൾക്കാർക്കൊക്കെ ചിരി വരും. ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ, ഞാൻ ചുമ്മാ ഇരുന്ന് തള്ളാണെന്നൊക്കെ നിങ്ങൾ വിചാരിക്കും. എനിക്ക് കുഴപ്പമില്ല വിചാരിച്ചാലും. അനുഭവത്തിന് അറിയാമല്ലോ, അത്രയും മതി. എന്നാലും നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടല്ല എന്ന് വിചാരിക്കരുത്. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു ഡേ ആണെന്ന്, അതുകൊണ്ടാണ് ഈ വീഡിയോ. ഇതുപോലെ നിരവധി കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടെങ്കിലും ഇതൊരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്കും. അത്രയും ഞാൻ ബുദ്ധിമുട്ടി. അതുകൊണ്ടാണ്. അപ്പോൾ ഇവൻ്റെ ഫേസ് വന്ന സമയത്ത് ഇവിടെ എല്ലാം ഈ കഴുത്തിൻ്റെ ഈ ഭാഗത്തെല്ലാം ഇങ്ങനെ കറുത്ത കളറാണ്. ഫേസ് മൊത്തം കരിവാളിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അവൻ്റെ പഴയ ഫോട്ടോ എൻ്റെ ഉണ്ട്, പുതിയ ഫോട്ടോ ഉണ്ട്. പക്ഷേ ഞാനിവിടെ ഫോട്ടോ ഒന്നും ഇവിടെ പ്രദർശിപ്പിക്കാൻ എനിക്ക് പറ്റില്ല. കാരണം ഒരാളുടെ പ്രൈവസിയുടെ കാര്യമാണ്. 16 വയസ്സുള്ള പയ്യനാണ്. പെൺകുട്ടി അല്ലെങ്കിൽ പോലും ഞാനത് പ്രദർശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ അത് മിറക്കിൾ എന്ന് വേണമെങ്കിൽ പറയാം.
ഈ ഫേസിൻ്റെ ആ ഒരു ഡാർക്ക് ഷെയ്ഡ് ആ 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ പെട്ടെന്ന് അങ്ങോട്ട് മാറി. അവൻ്റെ ഫേസ് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഗ്ലോ ചെയ്ത് തുടങ്ങിയാണ്, രക്തപ്രവാഹം കൂടി. അതുപോലെ ഈ സോൾ അറ്റാച്ച്മെൻറ്റ് ഉണ്ടായിരുന്നു അവൻ്റെ ശരീരത്തിൽ. അവൻ്റെ അവരമ്മ അബോർഷൻ ചെയ്തതിൻ്റെ ആയിട്ടുള്ള സോൾ ഉണ്ടായിരുന്നു. അങ്ങനെ എന്തോ അവൻ്റെ അമ്മയോ അല്ലെങ്കിൽ അമ്മൂമ്മയോ ആരാണെന്ന് പറഞ്ഞോളൂ, ഞാനതൊന്നും ചോദിക്കാറില്ല ഇപ്പോൾ. സോൾ ഉണ്ടായിരുന്നു. ആ സോളിന് ആദ്യം തന്നെ റിലീസ് ചെയ്ത് കളഞ്ഞ്. പിന്നെ രണ്ടാമതാണ് ഈ സാധനം പോകാൻ ഭയങ്കരമായിട്ട് നമ്മൾ അധ്വാനിക്കേണ്ടി വന്നു. അത്രയും ബുദ്ധിമുട്ട് എനിക്ക് ശാരീരികമായിട്ട് വന്നു എന്നുള്ളത്. പക്ഷേ അതെല്ലാം കഴിഞ്ഞപ്പോൾ എല്ലാം റിലീസായി പോയി, ഒന്നുമില്ല, ഒരു കുഴപ്പമില്ല. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഞാനിപ്പോൾ പറവൂർ പെരുവാരം അമ്പലത്തിൻ്റെ മുമ്പിലാണ് ഇരിക്കുന്നത്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങോട്ടേക്ക് പോന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവൻ്റെ ഈ കഴുത്തിൽ ഭയങ്കരമായ വേദന അവന് വരികയും ആ വേദന അത് കഴിഞ്ഞപ്പോൾ മാറുകയും ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ ആ പയ്യൻ സമ്മതിച്ചു. ഇത് വളരെ അത്ഭുതകരമായൊരു അനുഭവമാണ്. അത്രയധികം മാറ്റങ്ങൾ അവൻ ആ ഇൻസ്റ്റൻ്റായിട്ട് 1.5 മണിക്കൂർ സമയം കൊണ്ടാണ് സംഭവിക്കുന്നത്. അപ്പോൾ എന്താണ് സംഭവം എന്നുള്ളത് എനിക്ക് മനസ്സിലായി. ഈ കഴുത്തിൽ ഈ പാമ്പ് ഇങ്ങനെ ചുറ്റി ഇരുന്നിട്ട് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ, അത് ആസ്ട്രൽ ലെവലിലാണെങ്കിൽ പോലും ആ സർക്കുലേഷൻ്റെ ആ നാടിഞരമ്പളെ മുറുക്കിയിട്ട് സർക്കുലേഷൻ പ്രോപ്പറായിട്ട് നമ്മുടെ ഫേസിലേക്ക് വന്നിരുന്നില്ല, തലയിലേക്ക് പോയിരുന്നില്ല. അപ്പോൾ അവൻ്റെ ബ്രെയിൻ വർക്ക് ചെയ്യില്ല, മെമ്മറി പ്രശ്നം വരും, ഒരുപാട് പ്രശ്നങ്ങൾ അതൊക്കെ അവനുണ്ടായിരുന്നു. പക്ഷേ ഏറ്റവും അത്ഭുതകരമായ കാര്യം, ഇത് റിലീസായി പോയി കഴിഞ്ഞപ്പോൾ സർക്കുലേഷൻ വന്നു, ഫേസ് നല്ല റെഡ് കളറായി, ഈ ബ്ലാക്ക് ഷെയ്ഡ് അപ്പം തന്നെ കുറഞ്ഞു തുടങ്ങി. അപ്പോൾ എനിക്ക് ഉറപ്പാണ് 1 മാസം കൊണ്ട് ആ പയ്യനെ കണ്ടാൽ അറിയില്ല, അതേപോലെ ആവും. അത്രയും ഭംഗിയും അവന് അത്രയും ആരോഗ്യവും അവനുണ്ടാകുന്നതിൽ യാതൊരു സംശയമില്ല. പിന്നെ സോൾ റിലീസ് വിട്ടുപോയി കഴിഞ്ഞാലാണ് ഏറ്റവും വലിയ കാര്യങ്ങൾ സംഭവിക്കുക. കാരണം ശരിയായ നമ്മുടെ സോളിൻ്റെ ആ ഒരു യാത്രയിലേക്ക് അപ്പോഴേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. ഈ അബോർഷൻ സോൾ ഇരുന്നാലുള്ള കാര്യങ്ങൾ ഞാൻ ഒരുപാട് വീഡിയോ പറഞ്ഞിട്ടുണ്ട്, പിന്നെ ഞാൻ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കില്ല. പക്ഷേ അത് ഒരു വലിയ സംഭവമാണ്. കാരണം അബോർഷൻ സോൾ സാധാരണ നമ്മുടെ നോർമലായിട്ടുള്ള റിച്വൽസ് ചെയ്ത് കഴിഞ്ഞാൽ പോകാൻ വളരെ പ്രയാസമാണ്. പക്ഷേ കഴിവുള്ള ആൾക്കാർ ചെയ്താൽ പോകട്ടെ, അത് വേറെ കാര്യം. പക്ഷേ ഇവിടെ അതൊന്നും സംഭവിക്കണില്ല. എല്ലാവരും ബിസിനസ് പരമായിട്ട് രീതിയിലാണ് ചിന്തിക്കുന്നതും ഇതിനെ കാണുന്നതും കൈകാര്യം ചെയ്യുന്നതും അതുപോലെയാണ്. ജെന്യൂനായിട്ട് അവർക്ക് നന്മ വരണം അല്ലെങ്കിൽ മാറണം എന്ന് ആഗ്രഹിച്ച് ചെയ്യുന്ന ആൾക്കാർ വളരെ കുറവാണ്. അപ്പോൾ അങ്ങനൊരു അത്ഭുതകരമായൊരു അനുഭവം ഇന്ന് എനിക്കുണ്ടായി. അപ്പോൾ അതിൻ്റെ സന്തോഷത്തിലാണ്, അതിൻ്റെ ത്രില്ലിലാണ് ഞാൻ ഇപ്പോൾ ഇരിക്കുന്നത്. കാരണം അത്രയും വലിയൊരു കാര്യം എന്നിലൂടെ സംഭവിച്ചല്ലോ എന്നാലോചിക്കുമ്പോൾ, ദേവിയാണ് ചെയ്തത്, ഞാനല്ല. എന്നിരുന്നാലും ഞാനാണല്ലോ അതിൻ്റെ കാരണക്കാരനായിട്ട് ഭവിച്ചെന്നുള്ളതാണ്. അപ്പോൾ അത് നമുക്ക് വലിയൊരു അഭിമാനിക്കാവുന്നൊരു നേട്ടമാണ്. അപ്പോൾ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇങ്ങനെ പറയുന്നത്. എല്ലാവർക്കും നന്മ വരട്ടെ. നന്ദി, നമസ്കാരം.